ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപാസനം ഗോസ്പൽ മിഷൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചനത്തെ വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ബെഥാനിയയിലെ ലാസറിൻ്റെ സഹോദരിയായ മാർത്തയോട് യേശു പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ലാസർ ദീനമായി കിടക്കുന്ന സന്ദർഭത്തിൽ തന്നെ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയയും ചേർന്ന് ആലോചിച്ചു യേശുവിൻ്റെ അടുത്ത് ചില വ്യക്തികളെ അയച്ചിട്ട് അറിയിച്ചു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചു. യേശു അത് കേട്ടിട്ട്, ഈ ദീനം മരണത്തിനല്ല, ദൈവപുത്രൻ്റെ നാമം മഹത്വപ്പെടാനും ദൈവനാമം മഹത്വത്തിനും വേണ്ടി എത്രേ എന്ന് പറഞ്ഞു. അതിനുശേഷം യേശു ഇരുന്ന ഇടത്ത് തന്നെ ചില ദിവസങ്ങളോടെയായിരുന്നു കർത്താവിൻ്റെ ആ നിയോഗപ്രകാരം, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യേശു ആ സന്ദർഭത്തിൽ ലാസറിൻ്റെ ഭവനത്തിലേക്ക് വരാതെ ചില ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് ലാസറിൻ്റെ ഭവനത്തിലേക്ക് വന്നു. ലാസർ മരിച്ച് അടക്കപ്പെട്ട് 4-ാമത്തെ ദിനത്തിലാണ് യേശു വരുന്നത്. അഥവാ മാർത്തയും മറിയും പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് യേശുവിനെ കണ്ടില്ല. രോഗം അഥവാ ദീനം മൂർച്ഛിച്ച അനുഭവം എത്തിയപ്പോഴും അവർ ആഗ്രഹിച്ച് കാണും, യേശു വന്നെങ്കിൽ എൻ്റെ സഹോദരന് ഒരു വിടുതൽ കിട്ടുമായിരുന്നു. അപ്പം മരണാവസ്ഥയിലായ സമയത്തും അവരാഗ്രഹിച്ചു യേശു വന്നെങ്കിൽ എന്ന്. പക്ഷെ ആ സന്ദർഭത്തിലൊന്നും യേശു ഇവിടെ വന്നില്ല. യേശു അവൻ മരിച്ച് അടക്കപ്പെട്ട് 4-ാമത്തെ ദിവസമാണ് യേശു വന്നത്. യേശു വരുന്നെന്ന് മാർത്ത അറിഞ്ഞ് യേശുവിൻ്റെ അടുത്തേക്ക് മാർത്ത ഓടിച്ചെന്നു. യേശുവിനെ കണ്ടവും പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് യേശുവിനോട് പറഞ്ഞു. യേശു ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ യേശു തന്നെ മാർത്തയോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. മാർത്ത യേശുവിനോട്, ഉപകർത്താവ്, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, കർത്താവ് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. തുടർന്നുള്ള വചനങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മാർത്ത യേശുവിനോട് സംസാരിക്കുന്നത്, ഞാനും വിശ്വസിക്കുന്നു, അവൻ ഒടുക്കത്തെ നാളിൽ അവന് ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് 23-ാമത്തെ വചനത്തിൽ മാർത്ത യേശുവിനോട് സംസാരിക്കുന്നു. അതിനുശേഷം മറിയ വന്നു. മറിയയും ഇത് തന്നെ പറഞ്ഞു, യേശുവെ, നീ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞ യേശുവിന് മുമ്പിൽ അവൾ കരഞ്ഞു. യേശു കണ്ണുനീര് വാർത്തു. അവരെ കൂട്ടത്ത് വന്ന പുരുഷാരം യഹൂദന്മാരെല്ലാം കണ്ടിട്ട് പറഞ്ഞു, കുരുടനെ മുടന്തനെയൊക്കെ സൗഖ്യമാക്കിയ ഇവനെ മരിക്കാതെ ആക്കാൻ കഴിഞ്ഞില്ലയോ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശു അവരോട് ചോദിച്ചു, അവനെ എവിടെയാണ് വെച്ചത്? അവർ കൊണ്ടുപോയി കാണിച്ചു, ഒരു കല്ലറ കാണിച്ചു. അവിടെ ചെന്നപ്പോൾ യേശു പറഞ്ഞു, അവരെ കല്ല് നീക്കുവിൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. സാധാരണ നമ്മുടെ ഇവിടെ കല്ലറയുടെ അടുത്ത് പോയാൽ ഒരു നാറ്റം ഉണ്ടാകത്തില്ല. അവിടെ പാറയിൽ വെട്ടിയ ഒരു അറയിലാണ് നമ്മുടെ ലാസറിനെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു കല്ല് ഉരുട്ടി ആ വാതിൽക്കൽ അടച്ചു വെച്ചിരിക്കും. ആയതിനാൽ കല്ലറയുടെ സമീപത്ത് ചെന്നപ്പോൾ തന്നെ നാറ്റം അടിക്കാൻ തുടങ്ങി.
മാർത്ത ഉടനെ പറയുകയാണ്, യേശു പറഞ്ഞ കല്ല് നീക്കാൻ. മാർത്ത അതിന് പറയുന്നത്, യേശുവേ മരിച്ച് 4 ദിനമായി നാറ്റം വെച്ച് തുടങ്ങിയെന്ന്. ഈ സന്ദർഭത്തിൽ ദൈവവചനത്തിലൂടെ ചില ദൂതുകളായി വിളിച്ചു പറയട്ടെ. മാർത്ത പറയും നാറ്റം വെച്ച് തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള നാളുകളെല്ലാം മൊത്തം നാറ്റ വിഷയമാണ്, നിൽക്കാൻ കഴിയാത്ത നാറ്റമാകുമെന്ന്. പക്ഷേ ആ നാറ്റത്തിന് വിരാമം കുറിക്കാനാണ് യേശു അവിടെ എത്തിയത്. ഈ സന്ദർഭത്തിൽ പറയട്ടെ, നിന്റെ വിഷയങ്ങളെ നോക്കി യേശു കല്ല് മാറ്റാൻ പറയുമ്പോൾ നീ നാറ്റം വെച്ചുപോയി, ഇനി ഇതിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, വിശ്വസിച്ചിട്ട് കാര്യമില്ലെന്നൊക്കെ ചിന്തിക്കുമ്പോൾ യേശു പറയുന്നില്ല, അതിനകത്ത് ഒരു വിടുതലുണ്ടാകും. നാറ്റം വെച്ചു പോയെന്ന് നീ പറഞ്ഞ, നാറ്റം വെച്ച് തുടങ്ങി, ഇനി നിന്നിട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് നീ ചിന്തിക്കുന്ന വിഷയത്തിൽ യേശു പറയുന്ന ആ നാറ്റത്തെ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു. ആ നാറ്റം ഇന്ന് നിന്റെ മൂക്കിൽ വരുത്തില്ല, നിന്റെ ജീവിതം നാറാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ പറഞ്ഞ ലാസർ മരിച്ചടക്കപ്പെട്ട് അകത്തിരിക്കുക, സഹോദരൻ്റെ ഡെഡ് ബോഡിയാണ് നാറുന്നത്. കുടുംബ ബന്ധങ്ങളുടെ വിഷയങ്ങൾ നിമിത്തം നീ ഭാരപ്പെടുന്നെങ്കിൽ, അവരുടെ വിഷയം ദേശത്തിൽ നാറ്റമായിരിക്കുന്നെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുക, ദൈവം ആ നാറ്റത്തെ മാറ്റിത്തരും. ആ നാറ്റമായിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് ഉയർപ്പിക്കും. ചിലപ്പോൾ രക്തബന്ധങ്ങളായിരിക്കാം, സ്വന്തം തലമുറകളായിരിക്കാം, ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, സഭയിലുള്ള വിശ്വാസികളായിരിക്കാം, ഏത് സന്ദർഭത്തിലുള്ളവരാകട്ടെ, ആ നാറ്റത്തെ മാറ്റുവാൻ, തുടർന്ന് നാറാതെ വണ്ണം, നാറ്റം ദേശത്തെ പരക്കാതെ വണ്ണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാറ്റുവാൻ യേശു ശക്തനാണ്. എന്നിട്ട് കർത്താവ് മാർത്തയോട് പറയുന്ന ഒരു വാക്കാണ്, വിശ്വസിച്ചാൽ നീ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന്. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അപ്പോൾ വിശ്വസിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയില്ല. ഒരു ദൈവമഹത്വം കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ വിശ്വസിച്ചേ പറ്റൂ. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ ആലോചനയിൽ വിശ്വസിക്കണം, ദൈവശബ്ദത്തെ ഏറ്റെടുക്കാൻ തയ്യാറാക്കണം. ഹല്ലേലൂയ സാഹചര്യങ്ങളെ പ്രതികൂലമായി നിൽക്കുന്നുണ്ടായിരിക്കുക, സാഹചര്യങ്ങൾ അതിനെ മറികടന്നുകൊണ്ട് വിശ്വസിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഒരു ദൈവമഹത്വം നിന്റെ വിഷയത്തിൽ കാണാൻ കഴിയും. നിന്റെ തലമുറയുടെ വിഷയത്തിൽ ഒരു ദൈവമഹത്വം കാണാൻ കഴിയും. നിന്റെ തൊഴിൽ മേഖല ദൈവപ്രവൃത്തി കാണാൻ കഴിയും. നീ സാമ്പത്തിക വിഷയത്തിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ അതിനകത്തും ഒരു ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. ഹല്ലേലൂയ. ചില ലോൺ വിഷയത്തിൽ നാറ്റം വെച്ച അനുഭവത്തിലേക്ക് പുറത്തു പറയാൻ കഴിയാതിരിക്കുന്നെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഈ വിഷയങ്ങളൊക്കെ അറിയുമോ? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? എൻ്റെ കുടുംബക്കാർ എന്ത് ചിന്തിക്കും എന്ന് നീ മനസ്സിൽ ഭാരപ്പെടുന്നെങ്കിൽ നീ വിശ്വസിക്കുക, നിനക്കൊരു ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിച്ചില്ലെങ്കിലോ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയത്തില്ല. മറ്റു പലരും ദൈവത്തിൻ്റെ മഹത്വം കണ്ടെന്ന് വരാം, പക്ഷെ നിനക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയത്തില്ല. വിശ്വസിച്ചവരെല്ലാം ദൈവ മഹത്വം കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിലും ഹല്ലേലൂയ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, വിശ്വസിച്ചവരെല്ലാം ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ടുണ്ട്. ആരെല്ലാം വിശ്വസിക്കാതിരുന്നോ അവർക്ക് ആർക്കും ദൈവമഹത്വം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ സന്ദർഭത്തിൽ പറയട്ടെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിന്റെ വിഷയത്തിന്റെ നടുവിൽ ഹല്ലേലൂയ കർത്താവിനെ വിശ്വസിക്കാൻ തയ്യാറായ നിനക്കും അതിൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ കഴിയും. ഇവിടെ മരിച്ച് 4 ദിനമായി, അടക്കമെല്ലാം കഴിഞ്ഞ് 4 ദിനമായി നാറ്റം വെച്ചുപോയ വിഷയമാണ്. ഹല്ലേലൂയ. ശരീര അവയവങ്ങളെല്ലാം ജീർണിച്ചു പോയി. ഹല്ലേലൂയ. പുഴുക്കൾ അല്ലെങ്കിൽ കൃമികൾ ആ ശരീരത്തെ ആക്രമിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഭാരപ്പെടരുത്, അതിനകത്ത് ഒരു വിടുതലുണ്ടാകും. അതിനകത്ത് ഒരു വിടുതൽ തന്നെ യേശു ശക്തനാണ്. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഹല്ലേലൂയ. കുടുംബത്തിലെ വ്യക്തികളുടെ വിഷയമാകട്ടെ, വീട്ടിനകത്തുള്ള വിഷയങ്ങളാകട്ടെ, ഹല്ലേലൂയ ആ ഏത് ഔദ്യോഗിക മേഖലയുള്ള വിഷയമാകട്ടെ, ഹല്ലേലൂയ നീ നാറാൻ ദൈവം അനുവദിക്കത്തില്ല, നീ നിന്ദിക്കപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരുപക്ഷെ നാറ്റം വെച്ച് തുടങ്ങിയ വിഷയമായിരിക്കാം, അതിനും ഹല്ലേലൂയ സമാപ്തി കുറിക്കുവാൻ യേശു ശക്തനാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു വാക്കാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വ്യക്തിപരമായി പറയാം, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. മറ്റാരെയും കുറിച്ചല്ല പറയുന്നത്, ഈ സന്ദേശം കേൾക്കുന്ന നിന്നെക്കുറിച്ചാണ് പറയുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. നീ വിശ്വസിക്കാൻ തയ്യാറാകുമോ? വിശ്വാസം എന്നത് വ്യക്തിപരമാണ്. വ്യക്തിപരമായി വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. മറ്റാരും കൂടെ വിശ്വസിച്ചില്ലെന്ന് വരും,
മാർത്തയോട് പറയും, നീ വിശ്വസിക്ക്, നാറ്റം വെച്ചെന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്ക്, ഇതിനകത്തൊരു ദൈവപ്രവൃത്തി കാണും. അഥവാ വിശ്വസിച്ചില്ലെങ്കിൽ ദൈവമഹത്വം കാണാൻ കഴിയത്തില്ല. ചിലപ്പോൾ മറ്റു പലരും ദൈവപ്രവൃത്തി കണ്ടെന്ന് വരും, മറ്റു പലരും ദൈവപ്രവൃത്തി അനുഭവിച്ചെന്ന് വരും. പക്ഷെ നീ ദൈവമഹത്വം കാണത്തില്ല. ഈ സന്ദേശം കേൾക്കുന്ന നീ ദൈവമഹത്വം കാണണമെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാകുക. നിന്റെ വിഷയത്തിൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനത്രേ. ഇതിനോടുള്ള ബന്ധത്തിൽ ചില വചനങ്ങളോട് ചേർത്ത് ഷെയർ ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ ദൈവപുരുഷനായ സെഖര്യാവിനോടുള്ള ബന്ധത്തിലാണ്. മഹാപുരോഹിതനായ സെഖര്യാവ് ദേവാലയത്തിൽ ധൂപം വീശിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ യാഗപീഠത്തിൻ്റെ വലത്തുഭാഗത്തും ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്തും നിൽക്കുന്നതായിട്ട് അവന് പ്രത്യക്ഷനായി. സെഖര്യാവ് അവനെ കണ്ട് ഭ്രമിച്ചു, പരവേശനായി. ദൂതൻ അവനോട് പറഞ്ഞു, സെഖര്യാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന്, അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും എന്ന് ദൂതൻ അവനോട് പറയുകയാണ്. സെഖര്യാവിൻ്റെ അടുത്ത് ദൈവദൂതൻ വന്നിട്ട് പറയുകയാണ്, സെഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, നിന്റെ ഭാര്യ നിനക്ക് ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ദൂതൻ സെഖര്യാവിനോട് പറയുമ്പോൾ, സെഖര്യാവ് ജനത്തിന് വേണ്ടി പുറത്തും ഒരു കൂട്ടം ജനം നിൽപ്പുണ്ട്, അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരുടെ വിഷയങ്ങളുമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ധൂപം വീശിക്കൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ സെഖര്യാവ് ദൂതനോട് പറഞ്ഞത്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയുമെന്ന്. 18-ാമത്തെ വാക്യത്തിൽ 1:18 പറയുന്നത്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും എന്ന് ചോദിച്ചു. ഉടനെ ദൂതൻ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഇങ്ങനെയാണ് പറയുന്നത്, തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുക എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയമാണ്, ഒരു തലമുറ വേണം, ഒരു കുഞ്ഞു വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം തന്നെ ദൂതനെ അയച്ച് സെഖര്യാവിനോട് സംസാരിക്കുക, സെഖര്യാവിൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇന്ന് വരെ ആ ധൂപപീഠത്തിൻ്റെ അടുത്ത് ആരെയും അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹം ഒറ്റയ്ക്കാണ് ധൂപം വീശുന്നത്, വേറെ ആരും അവിടെ ചെല്ലാറില്ല. പക്ഷെ പെട്ടെന്നായിരുന്നു ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങി വന്നത്. പുറത്ത് ജനം കാത്തു നിൽപ്പുണ്ട്. ഈ സന്ദർഭത്തിൽ ദൈവദൂതൻ അവനോട് പറയുകയാണ്, സെഖര്യാവിൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന്. ഇത് പറഞ്ഞിട്ടും സെഖര്യാവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന നിന്റെ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? സെഖര്യാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ, ഒരു മനുഷ്യനല്ലേ എന്ന് പറഞ്ഞത്, ഒരു പാസ്റ്ററല്ലേ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വചനം പ്രസംഗിക്കുന്നത് ഞാനല്ല, ഇന്ന് സന്ദേശം പറഞ്ഞ ഞാനല്ല എന്ന് പറഞ്ഞത്, സാക്ഷാൽ ദൈവത്തിൻ്റെ ദൂതനാണ് ഇറങ്ങിച്ചെന്നത്. ഞാൻ ഗബ്രിയേലാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ഈ വാക്കിനെ സെഖര്യാവിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയെങ്കിൽ സെഖര്യാവ് ഇത്ര നാൾ പ്രാർത്ഥിച്ച് ഏത് വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിനകത്തൊരു വിടുതൽ കിട്ടുമെന്നുള്ള വിശ്വാസം പലപ്പോഴും നമ്മുടെ ഉള്ളിലില്ല. വർഷങ്ങളെടുക്കുമ്പോൾ വിശ്വാസം തണുത്തു പോകാറുണ്ട്. പക്ഷെ ദൂതൻ പറയുകയാണ്, തക്ക സമയത്ത് നിവർത്തിയാകാനുള്ള ഈ വാക്ക്, എൻ്റെ വാക്ക് വിശ്വസിക്കായ കൊണ്ട് അത് സംഭവിക്കും വരെ നീ മൗനമായിരിക്കുമെന്ന. അവൻ ഊമനായിപ്പോയി. ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ വിശ്വസിക്കാത്തത് കൊണ്ട് ആ ദൈവികമായ ശിക്ഷ നമ്മൾ അനുഭവിക്കാറുണ്ട്. അത് നിവർത്തീകരിക്കുന്നത് വരെ, ഈ പ്രവചനം നിവർത്തിയാകുന്നത് വരെ, ആലോചന നിവർത്തിയാകുന്നത് വരെ, വാഗ്ദത്തം നിറവേറുന്നത് വരെ ചില കഷ്ടങ്ങൾ, ചില വേദനകൾ, ചില ശാരീരിക പ്രയാസങ്ങൾ. കാരണം എന്തെന്നറിയാമോ? നീ വിശ്വസിക്കാത്തത് കൊണ്ടാണ്.
ദൈവം നിന്നോട് സംസാരിച്ചിട്ടും ദൈവത്തിൻ്റെ വചനം അറിയിച്ചിട്ടും ദൈവദാസന്മാരിലൂടെ ദൈവം മാറി മാറി ആലോചനകൾ അറിയിച്ചിട്ടും വീണ്ടും വിശ്വസിക്കാത്തത് കൊണ്ട് ദൈവത്തിൽ നിന്ന് വരുന്ന ചില ശിക്ഷകളുണ്ട്. ദൈവത്തിൽ നിന്ന് വരുന്ന ചില ശിക്ഷണങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തെ അല്ലെങ്കിൽ കാർന്നു പിടിക്കും. അത് പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. സെഖര്യാവിൻ്റെ വായ് അല്ലെങ്കിൽ അടഞ്ഞുപോയി, അല്ലെങ്കിൽ അവന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. എത്ര നാള് അവൻ്റെ ഭാര്യ പ്രസവിച്ച് കുഞ്ഞിനെ 8-ാം നാൾ പരിച്ഛേദന കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയം വരെ അവൻ്റെ സംസാരിക്കാൻ കഴിയാതെയായിപ്പോയി. അതിൻ്റെ നടുവിൽ ആര് പ്രാർത്ഥിച്ചാലും കേൾക്കത്തില്ല. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് കണ്ടോ? സെഖര്യാവിൻ്റെ അവിശ്വാസം കാരണം അവൻ്റെ അടയാനിടയായി. എന്തുകൊണ്ട് നമുക്ക് ചില ശിക്ഷകൾ വെളിപ്പെട്ടു വരുന്നു? വാഴ്ത്തത്വം കേട്ടിട്ടും ചില കഷ്ടങ്ങൾ വേദനകൾ വരുന്നത് ചില വചനത്തിലും ആലോചനയിലും അവിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഈ സന്ദർഭത്തിൽ കേൾക്കുന്ന വചനത്തിൽ വിശ്വസിക്കാൻ തയ്യാറായ നിന്റെ വിഷയത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ തലമുറയുടെ ഭാവി വിഷയങ്ങൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരും. നിന്റെ ഞെരുക്കങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഈ സന്ദേശം കേൾക്കുമ്പോൾ അത് എന്നോടാണ് പറയുന്നത് എന്ന് നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മ തരുന്നെങ്കിൽ ഈ വചനത്തെ ഏറ്റെടുക്കുക. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. മഹാപുരോഹിതനായ സെഖര്യാവിൻ്റെ വായ അടഞ്ഞു പോയത്, അവൻ്റെ വായ അവനെ ഊമനായി പോയത്, ദൈവശബ്ദത്തിന് മുമ്പിൽ നീ അനുസരിക്കാൻ തയ്യാറായ, വിശ്വസിക്കാൻ തയ്യാറായ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന ദൈവപുരുഷന്മാര്, ദൈവദാസന്മാര്, ആ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മധ്യസ്ഥനയ്ക്കുകയും ചെയ്യുന്നവര്, കർത്താവ് പറയുന്ന വചനം വിഷയം, നിന്റെ വ്യക്തിപരമായ വിഷയത്തില്, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തില് വിശ്വസിക്കാൻ തയ്യാറായ നിനക്ക് വേണ്ടി ദൈവം പ്രവൃത്തി അയക്കും. ഇവിടെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്വന്തം വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ട് സെഖര്യാവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ചോദിക്കും, ഇത് എന്തോതിനാൽ ഞാൻ അറിയുമെന്ന. ഇവിടെ വചനം പഠിപ്പിക്കുന്നത് പോലെ നീ ആ സമയം വരെ മൗനമായിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് 1-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ 63 മുതൽ വായിക്കുന്നു, 62 മുതൽ വായിക്കുന്നു. എലിസബത്ത് സെഖര്യാവിന് ഒരു മകന് ജന്മം കൊടുത്തു, അഥവാ യോഹന്നാന് ജന്മം കൊടുത്തും അവന് പരിച്ഛേദന കഴിക്കേണ്ടതിനും പേരിടേണ്ടതിന് വേണ്ടി ആലയത്തിൽ കൊണ്ട് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ചോദിക്കുകയാണ്, ഈ മകന് എന്ത് പേരാണ് ഇടുന്നത്, എന്ത് പേരാണ് ഇടേണ്ടത്? ഉടനെ തന്നെ എലിസബത്ത് പറയുന്ന ഒരു ഭാഗം കൊണ്ട് എലിസബത്ത് പറഞ്ഞ ഈ മകന് യോഹന്നാൻ എന്ന് പേരിടണമെന്ന്. അഥവാ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറഞ്ഞ പേര് തന്നെ ഇടണമെന്നോ സെഖര്യാവിൻ്റെ ഭാര്യയായ എലിസബത്ത് അവരോട് പറയുകയാണ്. പക്ഷേ അവരുടെ വാക്ക് അവർ ആ മുഖവിലയ്ക്ക് എടുത്തില്ല. അവർ ചോദിക്കും, നിന്റെ ചാർച്ചക്കാരിൽ ഇങ്ങനെ ഒരു പേരില്ലല്ലോ. സെഖര്യാവിൻ്റെ പേര് തന്നെ ഇടാൻ വേണ്ടി അവർ ശ്രമിച്ചു. അന്നത്തെ കാലഘട്ടങ്ങളിൽ അപ്പൻ്റെ പേരുകൾ തന്നെ മക്കൾക്ക് പിന്നെയും ഇടുന്ന പതിവുണ്ട്. അവിടെ വാക്ക് വിശ്വസിക്കാത്തത് കൊണ്ട് അവർ ചെന്ന് സെഖര്യാവിനോട് ചോദിക്കുന്നു, മകൻ എന്താ പേരിടുന്നത്? അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുപലക ചോദിച്ചു. എഴുത്തുപലക ചോദിച്ചപ്പോൾ അവർ ഒരു എഴുത്തുപലക കൊടുത്ത് അതിൽ അദ്ദേഹം പേരെഴുതി അവൻ്റെ പേര് യോഹന്നാൻ എന്ന് ഇടണമെന്ന്. ഇത് കേട്ടപ്പോൾ അവർ കണ്ടപ്പോൾ തന്നെ അവർ അതിശയിച്ചു പോയി. ഈ സന്ദർഭത്തിൽ സെഖര്യാവിൻ്റെ നാവും ചലിച്ചു. അഥവാ അവൻ്റെ പേര് യോഹന്നാൻ എന്ന് പറയുന്നത് വരെ, എഴുതി കാണിക്കുന്നത് വരെ അവൻ്റെ നാവ് ബന്ധിക്കപ്പെട്ടിരുന്നു. ആരാല്? ദൈവത്താൽ. എന്താ കാര്യം? അവിശ്വസിച്ച കാരണത്താൽ. പലപ്പോഴും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് വരെ ചില മുഖങ്ങളും ചില വേദനകളും കഷ്ടങ്ങളും പ്രതിസന്ധികൾ ഇരിക്കുന്നത് അവിശ്വാസം കാരണമാണ്. അവിശ്വാസം കാരണം നിമിത്തം വരുന്നത് പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. നീ കണ്ണാൽ ചില ദൈവപ്രവൃത്തി കണ്ട് വിശ്വസിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. അങ്ങനെയെങ്കിൽ പറയട്ടെ, എല്ലാവർക്കും മഹാഭയമായി ഇവരെല്ലാം ഇതെന്തായി സംഭവം, ഇതെന്തായി മാറും, ഈ കുഞ്ഞെന്തായി മാറും എന്നൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി. പലരും ഈ വിഷയങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കാനിടയായി. ഈ സന്ദർഭത്തിൽ പറയട്ടെ, സെഖര്യാവിനോട് പറഞ്ഞ വചനത്തെ അവൻ വിശ്വസിച്ചില്ല. ആയതിനാൽ അവൻ ഊമനായിപ്പോയി. പക്ഷേ അവൻ്റെ ദൈവം പറഞ്ഞതുപോലെ ഒരു തലമുറ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ മകന് യോഹന്നാൻ എന്ന പേരിടണമെന്ന് പറഞ്ഞ് അവൻ എഴുതി കൊടുക്കുന്ന വേളയിൽ തന്നെ അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു എന്ന് പറഞ്ഞ ആലയത്തിൽ വെച്ച അവൻ്റെ നാവ് ബന്ധിക്കപ്പെട്ടത്. ഇരിക്കുന്നത് ആലയത്തിലാണ്, പ്രാർത്ഥിക്കുന്നതാണ്, ശുശ്രൂഷിക്കുന്നതാണ്.
അവിടെ വെച്ചാണ് ദൈവദൂതൻ സംസാരിച്ചിട്ട് വിശ്വസിക്കാതെ ബന്ധിക്കപ്പെട്ടു പോയത്. പക്ഷേ അതേപോലെ ആലയത്തിലെ നടുവിൽ മകന് പേരിടാൻ വന്നപ്പോൾ, പരിച്ഛേദന കഴിക്കാൻ വന്നപ്പോൾ അവിടെ വെച്ച് അവൻ്റെ ബന്ധനത്തെ ദൈവം അഴിച്ചു. ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ മുഖങ്ങളെ ദൈവം അഴിക്കട്ടെ. നിന്റെ ശിക്ഷണങ്ങളിൽ ദൈവം വിടുതൽ തരട്ടെ. അതിനാർക്കും വിടുതൽ തരാൻ കഴിയത്തില്ല. നാവിൻ്റെ കെട്ടടിക്കാൻ ആർക്കും കഴിയത്തില്ല. മനസ്സിലാക്കണം. എലിസബത്തിന്റെ ഭർത്താവായ അഥവാ സെക്കരിയാവ് വീട്ടിലേക്ക് വരുമ്പോൾ, ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ സെക്കരിയാവിനെ സംസാരിക്കാൻ കഴിയുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ഒരു എഴുത്തുമല എഴുതി കാണിച്ചു കൊടുത്തിരിക്കും. അങ്ങനെ ദൂതൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചു പോയതെന്ന്. ഇത് മനസ്സിലാക്കി എലിസബത്ത് ഗർഭം ധരിച്ച 6-ാമത്തെ മാസത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ ദൂതൻ ഗബ്രിയേൽ ദൂതൻ മറിയയുടെ വീട്ടിലേക്ക് വരുന്നു. മറിയയുടെ വീട്ടിൽ 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസറത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള ജോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. അവിടെ ദൈവത്തിൻ്റെ ദൂതനും മറിയ എന്ന കന്യകയുടെ അടുക്കിലേക്ക് വരികയാണ്. ദൂതൻ അവളുടെ അടുക്കൽ അകത്തു വന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവളോട് ദൈവത്തിൻ്റെ ദൂതൻ പറയുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവിൻ്റെ കൃപ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം ദൂതൻ അവളോട് പറയുകയാണ്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴാണ് മറിയ സ്വാഭാവികമായിട്ട് ചോദിക്കുക. അവൾ ചോദിക്കുന്ന ഒരു ചോദ്യം കണ്ടോ, ഞാൻ പുരുഷനെ അറിയാൻ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകന് ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവദൂതൻ പറഞ്ഞതുപോലെ മറിയ വിശ്വസിച്ചു, മറിയ ഏറ്റെടുത്തു. മറിയ അവസാനം പറഞ്ഞ, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവദൂതൻ സെക്കരിയാവിനോട് സംസാരിച്ചപ്പോൾ സെക്കരിയാവ് ആ ആലോചന ഏറ്റെടുത്തില്ല. സെക്കരിയാവ് ചോദിച്ചു, ഇതെന്തോന്നിനാണ് അറിയുമെന്ന്. അവൻ അവിശ്വസിച്ചു, അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മറിയോട് വന്ന് പറഞ്ഞപ്പോൾ അവൾ അതിനെ വിശ്വസിക്കാൻ തയ്യാറായി. സെക്കരിയാവിനോട് പറയുമ്പോൾ അവന് ഭാര്യയുണ്ട്, പ്രൈസലോ, അവർക്കൊരു തലമുറ ലഭിക്കേണ്ട സാഹചര്യമുണ്ട്. പക്ഷെ ഇവൾ ചോദിക്കുന്ന ചോദ്യം കണ്ടോ, ഇവൾ വിവാഹം പോലും കഴിഞ്ഞിട്ടില്ല. ഞാൻ പുരുഷനെ അറിയാമെങ്കിൽ എങ്ങനെ സംഭവിക്കും? അഥവാ മറിയയുടെ വിഷയം അതിനേക്കാൾ പ്രയാസമേറിയതാണ്, മനുഷ്യമായിട്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിഷയമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മ നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. ദൈവനാമത്തിൽ പറയട്ടെ, ആ വചനത്തെ മറിയ വിശ്വസിച്ചു, മറിയ ഏറ്റെടുത്ത്. ഒരു ഭാഗത്ത് മഹാപുരോഹിതനായ സെക്കരിയാവ് ഏറ്റെടുക്കാതിരിക്കുമ്പോൾ മറിയ ഇവിടെ വചനത്തെ ഏറ്റെടുക്കുന്നു. അവിശ്വസനീയമായ കാര്യമാണ്, ചിന്തിക്കാൻ പോലും കഴിയാത്ത വിഷയമാണ്. പക്ഷെ ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ അവൾ ഏൽപ്പിച്ചു കൊടുത്തു. ഈ സന്ദേശം കേൾക്കുമ്പോൾ ദൈവവചനത്തിന് മുമ്പ് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ നിന്നെ വെടിവിപ്പാൻ ദൈവം ശക്തനാണ്, നിന്നെ സഹായിപ്പാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കേണ്ടവര് പലരും അവിശ്വാസികളായി മാറുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാത്രേ. അങ്ങനെ തിരുവഴുത്തിലൂടെ പറയട്ടെ, മറിയ എലിസബത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. എലിസബത്തിന്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ എലിസബത്ത് പറയുന്ന ആത്മാവിന് പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്. 44 വചനം, നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. അടുത്ത് പറഞ്ഞ് കർത്താവിൻ്റെ
കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവർത്തി ഉണ്ടാകും എന്നും വിശ്വസിച്ചവൾ ഭാഗ്യവതി. സെക്കരിയാവിൻ്റെ ഭാര്യ മറിയോട് പറയുന്നത്, ഈ ദൂതൻ ദൈവം പറഞ്ഞ വചനം, ദൈവം പറഞ്ഞ കർത്താവ് പറഞ്ഞ അരുളി ചെയ്തത് നിവർത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന. അതിൻ്റെ അർത്ഥം എൻ്റെ ഭർത്താവ് വിശ്വസിച്ചില്ല, അതുകൊണ്ട് എൻ്റെ ഭർത്താവ് 6 മാസം കൊണ്ട് ഊമനായിരിക്കുകയാണ്. പക്ഷെ നീ എങ്കിലും വിശ്വസിച്ചല്ലോ, നീ ഒരു ഭാഗ്യവതിയാണെന്ന്. ആരാ ഭാഗ്യവതി? ദൈവവചനത്തെ ഏറ്റെടുക്കുന്ന, ദൈവിക ആലോചന വിശ്വസിച്ച് ഏറ്റെടുക്കുന്ന നീയാ ഭാഗ്യവതി. സെക്കരിയാവുമാരും ഊമനായി മാറി നിൽക്കുമ്പോൾ, ആ ഗണം മാറി നിൽക്കുമ്പോൾ ഈ വചനത്തെ വിശ്വസിക്കാൻ നീ തയ്യാറായ, നിന്റെ വിഷയത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തതിന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടാവും. ആർക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തതിന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവം. അങ്ങനെ ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സെക്കരിയ വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവന് ദൈവിക ശിക്ഷ കയറി വന്നു, ദൈവ ശിക്ഷ അവന്റെ മേൽ വന്നു. പക്ഷേ വിശ്വസിച്ച മറിയെ നോക്കിയിട്ട് വചനം ഇങ്ങനെ പറയുന്നു, അവൾ ഭാഗ്യവതി എന്ന. മറ്റൊരു വചനത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെ തിരിക്കുക. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. അവിടെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗം, ഏലീശയുടെ കാലയളവിൽ ഇസ്രയേൽ വലിയൊരു ക്ഷാമമുണ്ടായി. വലിയ ക്ഷാമം എന്ന് പറഞ്ഞാൽ ഏലീശയുടെ കാലയളവിൽ 3.5 മാസമാണ് ക്ഷാമമെങ്കിൽ, ഏലിയാവിൻ്റെ കാലയളവിൽ 3.5 വർഷമാണ് ക്ഷാമമെങ്കിൽ, ഏലീശയുടെ കാലയളവിൽ അത് ഇരട്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇരട്ടി അഭിഷേകം വന്നപ്പോൾ ഇരട്ടി ക്ഷാമം നാളും ഉണ്ടായി. 7 വർഷമായി. എലിയാവിൻ്റെ കാലയളവിൽ ആ 3.5 വർഷത്തിൽ ചിലർ മരിക്കാൻ വേണ്ടിയിരുന്നു, മരിച്ചില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അമ്മയും മകനുമായിട്ട് സാറഫത്തിലെ വിധവ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. പക്ഷെ ഏലീശയുടെ കാലയളവ് 7 വർഷമായപ്പോൾ 2 അമ്മമാർ, അവർക്കുണ്ടായ 2 കുഞ്ഞുങ്ങളിൽ അതിൽ ഒരു കുഞ്ഞിനെ അവർ പുഴുങ്ങി തിന്നു. അടുത്ത കുഞ്ഞിനെ ചോദിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മ ആ കുഞ്ഞിനെടുത്ത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ 2 പേരുടെ ആ പ്രശ്നം തീർക്കാൻ കഴിയാതെ രാജാവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയും. ഈ സന്ദർഭത്തിലാണ് എലീശയുടെ തല എടുക്കണം, അവനാണ് കാരണമെന്ന് പറഞ്ഞു രാജാവ് ഓടി വരുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 1-2 വചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ എലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പി, നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കേലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ വചനം 2-ാമത്തെ വാക്യത്തിൽ പറയും, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട്, യഹോവ ആകാശത്തിൽ കിളിവാതിൽ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധ്യമാകുമോ എന്ന് പറഞ്ഞു. അതിന് ഏലീശ, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും, എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഏലീശ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നാളെ ഈ നേരത്ത് ശേക്കേലിന് 1 സെയ ഗോതമ്പ് മാവും ശേക്കേലിന് 2 സെയ യവം മാവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അകമ്പടി നായകൻ പറയുകയാണ്, ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നാൽ ഇത് സംഭവിക്കുമോ എന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ അവിശ്വാസ ചോദ്യത്തിലൂടെ എലീശ പറഞ്ഞത്, നീ അത് കാണും, നീ അത് അനുഭവിക്കില്ലെന്ന്. ദൈവമക്കളെ, പലപ്പോഴും ദൈവപ്രവൃത്തി കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അനുഭവിക്കാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നറിയാമോ? നമ്മുടെ അവിശ്വാസമാണ്. തക്ക സമയത്ത് നിറവേറേണ്ട എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമയത്ത് നിറവേറുന്നതാണ് വാഴ്ത്തത്വം. മറ്റതെല്ലാം സ്വാഭാവികമായിട്ട് നാച്ചുറലായി സംഭവിക്കുന്നതാണ്. പക്ഷെ വാഴ്ത്തത്വം എന്ന് പറയുന്നത് അതിന് ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. അതുവരെ നീ വിശ്വസിക്കാൻ തയ്യാറാകണം. ഇവിടെ വലിയ ക്ഷാമം ഇരിക്കുകയാണ്. ജനമെല്ലാം വളരെ കഷ്ടപ്പാട് അനുഭവിക്കുക. സാഹചര്യ നിമിത്തം കൊണ്ട് അകമ്പടി നായകൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ, ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചു. ആ കാരണത്താൽ ദൂത് വന്നത് അകമ്പടി നായകനോട് പറഞ്ഞു, നീ കാണും, നീ ഭക്ഷിക്കില്ലെന്ന്.
അഥവാ നിനക്ക് അനുഭവിക്കാൻ കഴിയത്തില്ലെന്നാ. ഈ ദിവസങ്ങൾ വാഴ്ത്തത്തം കാണുകയല്ല, അത് അനുഭവിക്കണം. ഇസ്രായേൽ ജനം കണ്ടോ? വാഴ്ത്തത്തം കണ്ടു, പക്ഷെ അനുഭവിച്ചില്ല. മോശയുടെ നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് കനാൻ നാട്ടിന്റെ അടുത്ത് വരെ വന്നോ. കനാൻ നാട്ടിലുള്ള അത്തിപ്പഴവും മുന്തിരിപ്പഴവും ഇതെല്ലാം അവർ ഭക്ഷിച്ചു, പാതളം ഇറങ്ങിയല്ല. പക്ഷേ അവർക്ക് പലർക്ക് അതിൽ കടക്കാൻ കഴിഞ്ഞില്ല. യോശുവയും കാലേബും മാത്രമാണ് കടന്നത്. ബാക്കിയെല്ലാം അവർ വീണ്ടും മരുഭൂമിയിലേക്ക് ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. അവര് കണ്ടു ഫലം, അവര് അതിൽ ഭക്ഷിച്ചു, പക്ഷെ ആ വാഴ്ത്തത്ത നാട്ടിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണമെന്നറിയാം? ചില അവിശ്വാസങ്ങളാണ്. ദൈവവചനത്തെ നമ്മൾ അവിശ്വസിക്കരുത്, ദൈവത്തിന്റെ ആലോചന അവിശ്വസിക്കരുത്. ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പരിശോധിച്ച് ദൈവവചനത്തെ കീഴ്പ്പെടാൻ തയ്യാറായ വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിക്കാതെ നീ അവിശ്വസിച്ച നീ കാണും, പക്ഷെ അനുഭവിക്കില്ല. ഈ ദിവസങ്ങൾ അനുഭവിക്കാതെ പോകാതിരിക്കാൻ നാം വിശ്വസിക്കാൻ തയ്യാറാകണം. അടുത്ത ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ് വെളിപ്പാടിന്റെ പുസ്തകത്തിലേക്ക് വരാം. മർക്കോസിന്റെ സുവിശേഷം 16 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. മർക്കോസ് അതിന്റെ സുവിശേഷം 16:16. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധികൾ അകപ്പെടുമെന്ന്. അതിന്റെ 15 ചേർത്ത് വായിക്കാം. പിന്നെ യേശു അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇവിടെ 2 കൂട്ടരെ കുറിച്ച് പറയുന്നു. വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുന്നു, വിശ്വസിക്കാത്തവരെ കുറിച്ച് പറയുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും വചനം സുവിശേഷം പ്രസംഗിക്കണമെന്ന്. പക്ഷെ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്ത, ആ വചനത്തിൽ വിശ്വസിക്കാത്തവൻ, സ്നാനം ഏൽക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടുമെന്ന്. അഥവാ അത് നിത്യ നരകമാണ്. ദൈവവചനം രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവവചനത്തെ വിശ്വസിച്ച് ഏറ്റെടുത്ത് സ്നാനപ്പെട്ടില്ല എങ്കിൽ നിത്യ നരകത്തിലേക്ക് പോകുമെന്ന് യേശു പറയുന്നു. വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. അഥവാ വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്ത നീ രക്ഷിക്കപ്പെടുമെന്ന. വിശ്വസിക്കാതെയും സ്നാനപ്പെടാതെയും ഇരുന്ന നീ നിത്യ നരകത്തിലേക്ക് പോകും. അതിന്റെ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും 8-ാമത്തെ വചനത്തിൽ, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ശുദ്രക്കാർ, ബിംബയാരാധികൾ എന്നിവർക്കും പോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയത്രേ. അത് 2-ാമത്തെ മരണം. ഈ 2-ാമത്തെ മരണം എന്ന് പറയുന്നത് നിത്യ നരകമാണ്. ഈ നരകത്തിലേക്ക് പോകുന്ന ഒരു കൂട്ടരെ കുറിച്ച് പറയാം, അവിശ്വാസികൾ. ദൈവത്തെ വിശ്വസിക്കാത്ത, ദൈവവചനത്തെ വിശ്വസിക്കാത്ത, ദൈവവചനത്തെ ഏറ്റെടുത്ത് വിശ്വസിച്ച് സ്നാനമേൽക്കാത്തവര് വചനം പടി 2-ാമത്തെ മരണത്തിലേക്ക് അഥവാ നിത്യ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് കർത്താവ് മാർത്തയോട് പറഞ്ഞു, വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് വിശ്വസിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവര് നിത്യത്തിൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. നിന്റെ മേൽ വെളിപ്പെട്ടു വരാൻ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാൻ കഴിയും. ഇന്ന് വിശ്വസിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനമേൽക്കാത്തവര് നിത്യ നരകത്തിലേക്ക് പോകും. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലൂടെ പറയട്ടെ, നാം ഇവിടെ കേട്ടത് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. അവിടെ മാർത്തയോട് കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. അവർ കർത്താവിൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ മഹത്വം കണ്ടു, മരിച്ചു, അടക്കപ്പെട്ട് 4 ദിനമായി നാറ്റം വെച്ച ലാസർ, യേശു പറഞ്ഞു, ലാസറെ പുറത്തു വാ. അവൻ പുറത്തു വന്ന് അവൻ കർത്താവിൽ ദൈവത്തിന്റെ മഹത്വം അവർക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ? മരിച്ചിരിക്കുന്ന വിഷയങ്ങളിലും നാറ്റം വെച്ച വിഷയങ്ങളിലും നീ വിശ്വസിക്കാൻ തയ്യാറായ ദൈവപ്രവൃത്തി, ദൈവമഹത്വം കാണാൻ കഴിയും. അടുത്ത് സെഖര്യാവിനോട് പറഞ്ഞപ്പോൾ അവൻ വിശ്വസിച്ചില്ല, അവൻ ഊമനായിപ്പോയി. പക്ഷേ അതിന് പകരം മറിയോട് പറഞ്ഞപ്പോൾ അവൾ ദൈവത്തെ വിശ്വസിച്ചു, അവൾ ഏൽപ്പിച്ചു കൊടുത്ത്. സെഖര്യാവിൻ്റെ ഭാര്യ അവളെ നോക്കിയിട്ട് പറഞ്ഞ, കർത്താവ് പറഞ്ഞത് അങ്ങനെ സംഭവിക്കും, നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെന്ന്. ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ നീയും ഭാഗ്യവതിയായി മാറും. അടുത്ത് നമ്മൾ വചനത്തിലൂടെ കേട്ട് ഏലിശ
പ്രവാചകനിലൂടെ അറിയിച്ച ദൈവവചനത്തെ ആ രാജാവ്, ഇസ്രായേൽ രാജാവിന്റെ അകമ്പടി നായകൻ ഹല്ലേലൂയ വിശ്വസിച്ചില്ല. അദ്ദേഹം ചോദിച്ചു, സ്വർഗത്തിലെ ദൈവം ആകാശത്തിലെ കിളിവാതിൽ തുറന്നാലും ഇങ്ങനെ സംഭവിക്കുമോ? ദൈവഭക്തൻ പറഞ്ഞു, നീ കാണും, നീ അനുഭവിക്കത്തില്ലെന്ന്. ഈ ദിവസങ്ങൾ അങ്ങനെ പോകരുത്, അനുഭവിക്കാതെ പോകരുത്. വിശ്വസിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണാൻ കഴിയും. അടുത്ത് നമ്മൾ വചനത്തിലൂടെ കേട്ടതാ, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ, ഹല്ലേലൂയ, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ടാകും. കർത്താവ് ദൈവജനത്തോട് അഥവാ ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷാവിധി അകപ്പെടും. ഒരു വചനത്തിലൂടെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം ഹല്ലേലൂയ 4-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വചനം വായിക്കുന്നു. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഒരു സ്വസ്ഥതയുണ്ട്, ഒരു നിത്യരാജ്യമുണ്ട്, ഒരു ദൈവരാജ്യമുണ്ട്, സ്വർഗരാജ്യമുണ്ട്. ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന ആരാണ്? വിശ്വസിക്കുന്നവരായ നാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. ഏതില്? ദൈവവചനത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ്. അതിൻ്റെ 1-ാമത്തെ വചനം മുതൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ആ ദൈവത്തിൻ്റെ സ്വസ്ഥത, ക്രിസ്തുവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. മാത്രമല്ല, അവരെ പോലെ നാമും ഒരു സത്വവർത്തമാനം കേട്ടവരാകുന്നു. അവരെ പോലെ, പഴയ നിയമത്തിലെ വ്യക്തി ജീവിതങ്ങളെപ്പോലെ, പിതാക്കന്മാരെ പോലെ നാമും ഒരു സത്വവർത്തമാനം ഹല്ലേലൂയ കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരെ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഹല്ലേലൂയ, കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കാരണം എന്തെന്നറിയാം? ഹല്ലേലൂയ, അവരെ കേട്ടുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല. ദൈവവചനത്തെ അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, കേട്ടവരിൽ അവർക്ക്, ദൈവവചനം കേട്ടവർക്ക് ഈ വചനം കൊണ്ട് അവർക്ക് ഒരു ഉപകാരമായി വന്നില്ല. അടുത്തവർ വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്ന. അനേകവര് ദൈവവചനം കേട്ടിട്ട് വിശ്വസിക്കാത്തത് കൊണ്ട്, സ്നാനമേൽക്കാത്തത് കൊണ്ട്, ദൈവകൽപ്പന അനുസരിച്ച് കയറി വരാത്തത് കൊണ്ട് അവർക്ക് ഈ വചനം പ്രയോജനകരമായില്ല. പക്ഷേ വിശ്വസിച്ചവരായ നാമല്ലോ, ഇന്ന് ഈ വചനത്തെ കേട്ട് വിശ്വസിക്കുന്ന നീ ഹല്ലേലൂയ സ്വസ്ഥതയിൽ പ്രവേശിക്കും. അഥവാ ഹല്ലേലൂയ സ്വർഗരാജ്യമാകുന്ന സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. ഒരു വാക്ക് ഹല്ലേലൂയ പ്രാർത്ഥിപ്പാൻ, ഹല്ലേലൂയ ശരണപ്പെടുന്ന കണ്ണുകളടയ്ക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് കേട്ട വചനം ഹല്ലേലൂയ വിശ്വസിച്ച നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പലപ്പോഴും ദൈവവചനം കേട്ടിട്ട് വിശ്വസിക്കാതെ പോയ, ഏറ്റെടുക്കാതെ പോയ, സ്നാനപ്പെടാതെ മാറി നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ സന്ദേശം കേട്ട് ഹല്ലേലൂയ ദൈവ കർത്താവിൽ വിശ്വസിക്കാം. ദൈവവചനത്തെ വിശ്വസിച്ച് ഏറ്റെടുത്ത ഹല്ലേലൂയ സ്നാനമേറ്റ് കർത്താവിൻ്റെ മക്കളായി തീരുവാൻ സഹായിക്കാം. ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാൻ, സ്വർഗരാജ്യമെന്ന സ്വസ്ഥതയിലേക്ക്, നിത്യജീവനിലേക്ക് പ്രവേശിപ്പാൻ സഹായിക്കാം. അവിശ്വസിച്ച് നിത്യ നരകത്തിലേക്ക് പോകാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനം മഹത്വം പുകഴ്ച കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ജീവന്റെ വചനം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ വചനത്താൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.